ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം അതിൻ്റെ 1 വാക്യം, യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവവചനം കോരേശിന്റെ വലം കൈയിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചയെ അഴിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പുറപ്പെടുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഒരു വാതിലും അടയരുത്, കതകുകൾ അവർക്ക് തുറന്നു തന്നെയിരിക്കണം. പ്രിയരെ, ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് നമ്മൾ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള മൂർച്ചയേറിയ ആയുധങ്ങളാകാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ദൈവം നമ്മുടെ മേൽ അഭിഷേകം പകർന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി രക്തസാക്ഷികളാകും. അതിനു വേണ്ടിയിട്ടാണ് പ്രിയരെ ദൈവം നമ്മളെ വിളിച്ചതും നമ്മെ അഭിഷേകം ചെയ്തതും. പക്ഷേ ഈ കാലഘട്ടത്തിൽ കർത്താവ് കയ്യിൽ പിടിച്ചിരിക്കുന്നതും കർത്താവ് അഭിഷേകം ചെയ്തതുമൊക്കെ വേറെ നിലകളിലോട്ട് ജനം തിരിയുകയാണ്. അവരുടെ കാഴ്ചപ്പാടും ദർശനവും മങ്ങിപ്പോവുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഓടാൻ വേണ്ടിയിട്ടാണ്. ഓടുക മാത്രമല്ല, ഓടി ഓട്ടം തികയ്ക്കാനാണ്. ധന്യനായ പൗലോസ് അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് ഒന്ന് തൊട്ട സമയം മുതൽ പിന്നെ തൻ്റെ ഓട്ടവും തൻ്റെ പ്രവൃത്തിയും എല്ലാം ദൈവരാജ്യമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവ് നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകവും ദൈവം നമ്മളെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത് പ്രിയരെ ലോകത്തിലുള്ള താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഉയരത്തിലുള്ള ഭവനത്തിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.